പഠിക്കുന്ന അവനിക ഓടി വന്നേ. LKG മോൾക്കാണ് കേട്ടോ ആദ്യം കിട്ടിയ സമ്മാനം. ഇവിടെ നിന്ന് ഓക്കെ വാങ്ങിച്ചു, 2 കൈ കൊണ്ട് വാങ്ങിച്ചു കേട്ടോ. നന്നായി പഠിക്കണം കേട്ടോ. ഓക്കെ മോള് അവിടെ ഈ ബാഗ് കിട്ടിയവർ അവിടെ തന്നെ ഇരിക്കണം കേട്ടോ, അവിടെ തന്നെ പോയിരിക്കണം. UKG പഠിക്കുന്ന ആരണി. ഓക്കെ മിടുക്കത്തി. ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന മൃദുല. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മൃദുല എവിടെ? മിടുക്കത്തി. ഇവിടെ ഓക്കെ നന്നായി പഠിക്കണം കേട്ടോ. ഓക്കെ ശ്രീനീഷ് LKG. ശ്രീനീഷ് എത്രയില്ല? ഇനി 1-ാം ക്ലാസ്സിലേക്കോ? മോന്റെ പേര് എവിടെയത്? ഇതാണോ? ശ്രീനീഷ് LKG. മോനെ എവിടുന്ന? കാരപ്പറമ്പ്. ഇനി 1-ാം ക്ലാസ്സിലേക്ക് അല്ലേ? ഓക്കെ ശ്രീനീഷ് കാരപ്പറമ്പ്. ഓക്കെ പക്ഷെ LKG എന്നായിരുന്നു എന്നോട് പറഞ്ഞത്. ഓക്കെ മോൻ അവിടെ പോയിരുന്നു കേട്ടോ. അബി UKG. ഓക്കെ വെരി ഗുഡ്. മോന്റെ പേരെന്താ? ഇതാണോ വേണ്ടേ? ഓക്കെ വെരി ഗുഡ്. നന്നായി പഠിക്കണം കേട്ടോ. ഓക്കെ അവിടെ പോയിരുന്നു. ഇനി അടുത്തത് ഇപ്പൊ നമ്മള് മോനെ അവിടെ ഇരുന്നു. മോന്റെ പേരെന്താ പറഞ്ഞേ? അബിത്ത്. ഇവിടെ ഓക്കെ മോർണിംഗ് പോരും. ഓക്കെ മേടിച്ചോ കേട്ടോ. ഓക്കെ ഇനി നമ്മള് 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലുള്ള പിള്ളേർക്കൊക്കെ കൊടുക്കാൻ പോവാണ്. അപ്പം ബാഗും കുടം കിട്ടിയവര് അതുകൊണ്ട് സൈലന്റ് ആയിട്ടിരിക്കണം, അത് തുറക്കരുത്. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കുള്ള എല്ലാം ഉണ്ട്. സ്കൂൾ ബാഗും ബോട്ടിലും അതുപോലെ നോട്ട്ബുക്കും എല്ലാ സാധനങ്ങളും ഉണ്ട്. അവിടെ തന്നെ ഇരുന്നോളൂട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുത്. എല്ലാവർക്കും കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് സ്ഥലത്തിന്റെ പേരും കൂടെ വായിക്കണം. ഇതിനകത്ത് എവിടെ? മഞ്ജുഷയുടെ അവിടെ. ഇതിലോ? മഞ്ജുഷ 2-ാം ക്ലാസ് കേട്ടോ. ഓക്കെ വെരി ഗുഡ്. കാരപ്പുറം. എല്ലാവരും സൈലന്റ് ആയിട്ടിരിക്കണം കേട്ടോ. മോളുടെ പേരെന്താ? സ്മൃതി 2-ാം ക്ലാസ്സിലേക്ക് അല്ലേ? ഓക്കെ വെരി ഗുഡ്. നന്നായി പഠിക്കണം കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആലങ്കോടിയിലുള്ള ആയുഷ്. മോനാണ് ആയുഷ് അല്ലേ? ഓക്കെ ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. നന്നായി പഠിക്കണേ. ഓക്കെ സാൽവി കൃഷ്ണ 2-ാം ക്ലാസ് വെള്ളനാറ. ഓക്കെ മോള് നന്നായി പഠിക്കണം കേട്ടോ. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. ആര്യൻ 3-ാം ക്ലാസ്. 2-ലപ്പയിലുള്ള ആര്യൻ. ഓക്കെ ഓക്കെ വെരി ഗുഡ്. നന്നായി പഠിക്കട്ടെ മോനെ. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. അവനിക അല്ലേ? വെരി ഗുഡ്. നന്നായി പഠിക്കണം കേട്ടോ. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. സ്പീഡില്. അശ്വിൻ. സ്ഥലത്തിന്റെ പേര് വായിക്കണം. അതെന്താ അങ്ങനെ ഒന്ന്? കൊടുക്കും. അറിയില്ല. ഒന്നിലും 2-ലും പഠിക്കുന്ന പിള്ളേരുടെ ഇത് കഴിഞ്ഞോ? 1-ലും 2-ലും പഠിക്കുന്ന പിള്ളേർക്ക് ഇനി എങ്ങനെ? കേട്ടില്ല. രൂപിക. മോളെത്രയില്ല? 1-ാം ക്ലാസ്സില്. മോള് അന്ന് പേര് തന്നാണോ അത് ഇന്ന് തന്നാണോ? അന്ന് തന്ന രൂപിക.
ഒന്ന് എടുത്ത് എടുത്ത് ആ ഓക്കെ ഓക്കെ. ആ രൂപികയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം ബാഗ് തന്നിരുന്നു അല്ലേ? ഓക്കെ, ബാഗ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ദാരൂപിക, മോൾക്ക് ദാരൂപിക കേട്ടോ. ബാഗ് വേണ്ടാത്തവർക്ക് വാട്ടർ ബോട്ടിൽ ഞാൻ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്, ഇത് കളയരുത് കേട്ടോ, അങ്ങനെ തന്നെ പിടിച്ചോളൂ. വാട്ടർ ബോട്ടിലും ബോക്സും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. ഇനി 1ാം ക്ലാസ്സിലാരാ? അരുൺ 1ാം ക്ലാസ് ആരാ? കള്ളിയമ്പാറയെന്നുള്ള അരുൺ. നീയേ 3 കറക്റ്റ്. ഓക്കെ, കറക്റ്റ് ആണ്. മോൻ എത്ര ഇരിക്കാം? 3 കഴിഞ്ഞ് 3ാം ക്ലാസ് എന്നാണ് പറഞ്ഞത്, 3 എഴുതിയിരിക്കണേ കേട്ടോ. വെരി ഗുഡ്, നന്നായിട്ട് പഠിക്കണേ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, സുദർശ 2ാം ക്ലാസ്. സുദർശ 2ാം ക്ലാസ്. ഓക്കെ, കളിയാൻ പറഞ്ഞു. ഓക്കെ, സുദർശയ്ക്ക് പനിയാണ്, അച്ഛനാണ് വന്നിരിക്കുന്നത് അല്ലേ? ഓക്കെ ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അശ്വിനി 4ാം ക്ലാസ്. അശ്വിനി 4ാം ക്ലാസ്. മോളല്ലേ ബാഗ് ഉണ്ടെന്ന് പറഞ്ഞു? ഓക്കെ, വെരി ഗുഡ്. വേറെ ഒന്നുമില്ലല്ലോ. അല്ല, 2 വന്നിരിക്കുന്ന ദിൽഷ 4ാം ക്ലാസ് ആരാ? മോള് ബാഗ് വേണ്ടെന്ന് പറഞ്ഞല്ലോ. ഓക്കെ, ബാ. ഇത് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഇതിന്റെ കൂടെ വേറെ ഒന്നുമില്ല. ഓക്കെ, ഞങ്ങള് കാണാം കേട്ടോ. വെരി ഗുഡ്. അശ്വിനി 9ാം ക്ലാസ്, മാമ്പള്ളം. 9ാം ക്ലാസ്സിൽ നിന്ന് അശ്വിനി മാമ്പള്ളം. ഓക്കെ, മഹിമ +1. വെരി ഗുഡ്. മോള് ബാഗ് വേണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. ഓക്കെ, ആരുഷ 6ാം ക്ലാസ്. കള്ളിയമ്പാറയെന്നുള്ള ആരുഷ. കള്ളിയമ്പാറയെന്നുള്ള ആരുഷ 6ാം ക്ലാസ്. വന്നിട്ടുണ്ടോ? കള്ളിയമ്പാറയെന്നുള്ള ആരുഷ വന്നിട്ടില്ല. മറ്റേ അമൽനാഥ് വെള്ളനാറ +2. അതെടുത്ത് ഞാനിപ്പോ തന്നത്. ഓക്കെ, മോനല്ലേ അമൽനാഥ്? ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയല്ലേ ബാഗ് വേണ്ടെന്ന് പറഞ്ഞു? ഓക്കെ, ഓക്കെ. ആതിര കല്യാൺ പറയുന്ന ആതിര 4ാം ക്ലാസ്. ഓക്കെ, എല്ലാവരും കൈയടിച്ചേ. സമ്മാനം മേടിക്കുമ്പോ കൈയടിക്കണം. പിന്നെ അഭിഷേക് +1 വെള്ളനാറ. അഭിഷേക് മോഹനാണ്. ഓക്കെ, മോനല്ലേ ബാഗ് വേണ്ടെന്ന് പറഞ്ഞേ? ഓക്കെ, ആരുഷ് 6ാം ക്ലാസ്. കള്ളിയാമ്പാറ. കള്ളിയാമ്പാറയെന്ന് വന്ന ആരുഷ് എവിടെയാ? ആരുഷ് കള്ളിയാമ്പാറ ഇല്ല. പിന്നെ അഭിനവ് മാമ്പള്ളം +1. അഭിനവ് +1. മോനിലെ ബാഗ് വേണ്ടെന്ന് പറഞ്ഞു? ഓക്കെ, വെരി ഗുഡ്. അശ്വിൻ 5ാം ക്ലാസ്. കള്ളിയമ്പാറ. അശ്വിൻ 5ാം ക്ലാസ്. വെരി ഗുഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ, നന്നായി പഠിക്കുക. ആത്മിക 3.
മൂന്നാം ക്ലാസ്സിലാണ് മോൻ പഠിക്കുന്നത്. തേക്കിൻ കാർഡാണല്ലേ? ആത്മിക. ഓക്കെ. ഇതെന്ത് ഈ ചെറിയ പിള്ളേരുടെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നത്? അത് തന്നെയാണോ? ആഗ്നയ് 3ാം ക്ലാസ്. വെരി ഗുഡ്. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ കേട്ടോ. നന്നായി പഠിക്കണേ. ഓക്കെ. അക്വീൻ കൃഷ്ണ എത്രാം ക്ലാസ്സാ? 3ാം ക്ലാസ്സിലുള്ള അക്വീൻ കൃഷ്ണ. ഓക്കെ. ദൈവം മോനെ അനുഗ്രഹിക്കട്ടെ കേട്ടോ. നന്നായി പഠിക്കണം. നവീൻ മാമ്പള്ളം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന നവീൻ, മാമ്പള്ളത്തുള്ള നവീൻ. നന്നായി പഠിക്കണം കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. നിഖില 8ാം ക്ലാസ്, വെള്ളനാറയിലുള്ള നിഖില 8ാം ക്ലാസ്. ഓക്കെ. നന്നായി പഠിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ദിൽജിത്ത് 7ാം ക്ലാസ്, ആലങ്കോടി. നന്നായി പഠിക്കുക കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. അഖില +1. ഓക്കെ. വെള്ളനാറയെന്നല്ലേ അഖില +1. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. നന്നായി പഠിക്കുക കേട്ടോ. അല്ല, അനുശ്രീ വെള്ളനാറ എത്രാം ക്ലാസ്സാ? 8ാം ക്ലാസ്. അനുശ്രീ. ഓക്കെ. അടുത്തത് വിളിക്കും. ദിൽജിത്ത് എത്രാം ക്ലാസ്സാ? 6ാം ക്ലാസ്. ഓക്കെ. വെരി ഗുഡ്. നന്നായി പഠിക്കട്ടെ മോനെ. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. സജിത്ത് 4ാം ക്ലാസ്, കള്ളിയമ്പാറ. സജിത്ത് 4ാം ക്ലാസ്, കള്ളിയമ്പാറ. മോന്റെ പേരെന്താ? സുജിത്താണല്ലേ? ഓക്കെ. വെരി ഗുഡ്. നന്നായി പഠിക്കട്ടോ. അമൽ കൃഷ്ണ ആലങ്കോടി. അമൽ കൃഷ്ണ ആലങ്കോടിയിലെ അമൽ കൃഷ്ണ. എവിടെയാ? ആലങ്കോടിയല്ലേ? മോനത്തിലില്ല. ഓക്കെ. അമൽ കൃഷ്ണ ആലങ്കോടിയിൽ അമൽ കൃഷ്ണ ഉണ്ടോ? ഇല്ല. ഓക്കെ. അപ്പൊ തെറ്റി എഴുതിയതാ ഇതല്ലേ? നന്നായി പഠിക്കുക. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ കേട്ടോ. അശ്വിൻ കൃഷ്ണ 4ാം ക്ലാസ്, മാമ്പള്ളം. അശ്വിൻ കൃഷ്ണ 4ാം ക്ലാസ്, മാമ്പള്ളം. ഓക്കെ. നന്നായി പഠിക്കുക. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ കേട്ടോ. ശങ്കർ 8 ആലാങ്കുടി. ശങ്കർ 8 ആലാങ്കുടി. ഓക്കെ. നന്നായി പഠിക്കുക. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ കേട്ടോ. ദിയ കൃഷ്ണ 9 മാമ്പള്ളം. ദിയ കൃഷ്ണ 9ാം ക്ലാസ്, മാമ്പള്ളം. അല്ല, മലയമ്പള്ളായിരിക്കും. ഓക്കെ. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. നന്നായി പഠിക്കുക കേട്ടോ. ദാനിഷ കല്യമ്പാറ. ദാനിഷ കല്യമ്പാറ. ഓക്കെ. ഓക്കെ. ദൈവം ഇങ്ങോട്ട് പറഞ്ഞു. ഓക്കെ. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. ബാഗ് മേടിച്ച് അവിടെ പോയിരിക്കും കേട്ടോ. ആ ഷീറ്റിൽ പോയിരുന്നു. അടുത്തത് ശിവകീർത്തി 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ആലങ്കുടി. ഓക്കെ. നന്നായി പഠിക്കുക. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ കേട്ടോ. നിധിൻ 7 മാമ്പള്ളം. ഓക്കെ. നന്നായി പഠിക്കുക. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. നല്ല മീൻ പിടിക്കണേ. ആദിത്യൻ 6 വെള്ളനാറ. മോനാണ് ആദിത്യൻ. എത്രയിലാ പഠിക്കണേ? എത്രയിലാ അത്? ഓക്കെ. നന്നായി പഠിക്കുക കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രഫുൽ ആലങ്കുടി. പ്രഫുൽ. ഓക്കെ. നന്നായി പഠിക്കുക. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. അഭിരുത്ത് 6ാം ക്ലാസ്, ആലങ്കുടി. ഓക്കെ.
സ്ഫുടതയോടെ വായിക്കും. അതുൽ കൃഷ്ണ 6 വെള്ളനാറ. ദൈവം അനുഗ്രഹിക്കട്ടെ, നന്നായി പഠിക്കണേ. ഓക്കെ, സഞ്ജയ് കൃഷ്ണ 10 വെള്ളനാറ. ഇതല്ലേ അത് മാറ്റ്. എന്നിട്ട് സഞ്ജയ് കൃഷ്ണ 10 വെള്ളനാറ. എല്ലാരും ഒന്ന് കൈയടിച്ചേ. ആ ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ, നന്നായി പഠിക്കുക. ഓക്കെ, ആരും തുറക്കരുത്. പ്ലാസ്റ്റിക്കിന്റെ കടലാസ് ഒന്നും അവിടെ ഇടരുത്. ബാഗ് മേടിച്ചിട്ട് അതുപോലെ ഇരിക്കണം കേട്ടോ. അനശ്വര +1. കൊടയൊക്കെ എടുത്ത് വെച്ചോ, കൊടയൊക്കെ എടുത്ത് വെച്ചോ. ഓക്കെ ഓക്കെ, മോളുടെ പേരെന്താ? അനശ്വര. കുട്ടിയാണ്. ഒന്ന് കൈയടിച്ചേ. ഓക്കെ, നന്നായി പഠിക്കുക. +1 ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ കേട്ടോ. ശ്രീരാജ് +1 വെള്ളനാറ. ശ്രീരാജ് +1 വെള്ളുവാറ. ഓക്കെ ഓക്കെ, ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ, നന്നായി പഠിക്കുക കേട്ടോ. നന്ദിത +2 രണ്ടിലപ്പ. നന്ദിത +2 രണ്ടിലപ്പ. നിങ്ങളുടെ സ്ഥലത്തിന്റെ പേര് രണ്ടിലപ്പ തന്നെയല്ലേ? ഓക്കെ, ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ, നന്നായി പഠിക്കുക കേട്ടോ. രാജലക്ഷ്മി +2 രണ്ടിലപ്പ. രാജലക്ഷ്മി +2 രണ്ടിലപ്പ. വെരി ഗുഡ്, നന്നായി പഠിക്കുക, ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഇത്രയും പിള്ളേർക്കാണ് നമ്മള് മോന് കിട്ടിയില്ലേ? മോന്റെ പേരെന്താ? ഉറക്കെ പറയണം. ഹരികൃഷ്ണൻ. ഹരികൃഷ്ണൻ ആരുടെ കൂടെ വന്ന ഇത് എവിടുത്തെ കുട്ടിയാണ്? കള്ളിയമ്പാറയിലാണോ മോനെടുത്ത്? കള്ളിയമ്പാറ. മോനെവിടുന്ന? കള്ളിയമ്പാറ അല്ലെ? പേര് തന്നായിരുന്നു അന്ന് തന്നായിരുന്നു. ഇതെന്താ ഹരികൃഷ്ണ? നിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കി. എല്ലാരും അവിടെ തന്നെ ഇരിക്കണം. എവിടെ? കൊണ്ടുപോകും. ഇരിക്കി എല്ലാരും ഇരിക്കണം കേട്ടോ. നീ എഴുതിയത് എവിടെ? എല്ലാരും ഇരിക്കണം, എല്ലാരും സൈലന്റ് ആയിരിക്കണം. സമ്മാനം വാങ്ങിച്ചാലും സൈലന്റ് ഇരിക്കണം. ആരും തുറക്കരുത്, ആരും അവിടെ പൊളിച്ചിടരുത്. കള്ളിയമ്പാറ അല്ലെ? മോൻ എത്രയില പഠിക്കുന്ന ഇവിടുന്ന്? മോൻ എത്രയില പഠിക്കുന്നത്? അവന്റെ പേരെന്താ പറഞ്ഞേ? പേരെന്താ അവന്? അതെ, അവന്റെ പേരെന്താ പറഞ്ഞേ? ഇത് സെൽവരാജിന്റെ മക്കളാണോ? സെൽവരാജിന്റെ 2 പിള്ളേരായിരിക്കുക. ഒന്ന് പിന്നെ ഇവനും. അപ്പൊ മക്കളോട്. ഓക്കെ, അവിടെ ഇരുന്നോ. അവിടെ പോയിരുന്നോ. അവിടെ ഇവർ 2 പേരും ഓക്കെ. അവരിപ്പോ മനസ്സിലായി. പേര് തന്നിട്ടുണ്ട്. ഇനി ആരെ കിട്ടാത്തത്? ഹലോ, ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. മോനെ കിട്ടിയിട്ടില്ല. മോന്റെ പേരെന്താ? ആരുഷ്. എവിടുന്നാ? തേക്കിൻകാട് ആത്മിക. മോൻ എത്രയില പഠിക്കുന്നേ? 6. ഓക്കെ. ആരുഷ് 6ാം ക്ലാസ്, തേക്കിൻകാട്. മോന് കഴിഞ്ഞ പ്രാവശ്യം ബാഗ് തന്നായിരുന്നല്ലോ അല്ലേ? ഓക്കെ, അതാണ് ബാഗ് വേണ്ടത്. നിന്റെ പേര് വായിച്ചായിരുന്നു, വന്ന് മേടിച്ചു. ഓക്കെ, അത് കിട്ടോ, അതിനകത്തിട്ടോ. എല്ലാരും കൈയടിച്ചേ. ഓക്കെ, ആരുഷ് എന്നെ കിട്ടി. ഇനി ആർക്കാ ഇതിനകത്ത് ബാഗും കൊട ഒന്നും കിട്ടാത്ത? ആർക്കാ കിട്ടാത്ത? നിനക്ക് കിട്ടി. കിട്ടാത്ത ആരാ ഉള്ളത്? കിട്ടാത്തൊരാരുമില്ലല്ലോ. ഇനി ഇവിടെ വന്നിരിക്കുന്ന പിള്ളേരിൽ കിട്ടാത്തൊരാരുണ്ടോ? സെൽവരാജിന് 2 പിള്ളേർ ഓക്കെ. അത് ഞാൻ പേര് എഴുതിയിട്ടുണ്ട്, അവിടെ പേര് എഴുതാത്തോണ്ടാ. അത് ഞാനിപ്പോ കൊടുക്കും. അതല്ലാതെ വേറെ ആർക്കെങ്കിലും ഇവിടെ കിട്ടാത്തതുണ്ടോ? താഴ്പോട്ട് അത് കളക്ട് ചെയ്തോ. മറ്റേ ബേഗിൻ്റെ അകത്തുനിന്ന് 2 എടുത്തിട്ട് അത് കളക്ട് ചെയ്തോ.
രണ്ട് പിള്ളേരുടെ ഓക്കെ. അവന് ചേർത്തുന്നേ ഉള്ളൂ, ചെറുത് LKG UKG 1ാം ക്ലാസ്. രണ്ടുപേരുടെയും 1ാം ക്ലാസ്സിലെ. ചെറിയ ബാഗ് മതി, ചെറിയ ബാഗ് മതി. ഒന്നിലേക്ക് ചേർത്തുന്നേ ഉള്ളൂ. ചെറിയ 2 ബാഗില് എടുത്തു. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഇവിടുന്ന് അവര് 2 പേർക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, അത് ഇപ്പൊ ഞങ്ങൾ കൊടുക്കും. ഇനി വേറെ ആർക്കെങ്കിലും ബാഗോ കൂടെ ഒന്നും കിട്ടാത്തതുണ്ടോ? ഇല്ല. ഓക്കെ, അവിടെ ആയിട്ടില്ല 5 പേർക്ക്. ഓക്കെ, നമുക്ക് നിങ്ങൾക്ക് പോവാനായിട്ട് തിരക്കുണ്ട്, അതുകൊണ്ട് സമയം കളയുന്നില്ല. എല്ലാവർക്കും സന്തോഷമായില്ലേ? ബാഗും പുസ്തകവും കൂടെ കിട്ടിയില്ല, സന്തോഷമായില്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഈ വർഷവും കഴിഞ്ഞ വർഷവും എല്ലാ വർഷവും ഒക്കെ ഇങ്ങനെ സൗജന്യമായിട്ട് കുടയും ബാഗും പുസ്തകങ്ങളും ഒക്കെ നൽകുവാനായിട്ട് നമ്മളെ പോലെയുള്ള സാധാരണക്കാരായ ചേട്ടന്മാരും ചേച്ചിമാരുമാണ് നമ്മളെ സഹായിച്ച് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മളും പഠിച്ച് വലുതായി കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? മറ്റുള്ളവരെ നമ്മൾ ഇതുപോലെ സഹായിക്കാനായിട്ട് നമ്മളും തയ്യാറാകണം. ഓക്കെ, നിങ്ങൾ റെഡിയാണോ? അപ്പൊ ആ ദൈവസ്നേഹമാണ് നമുക്കിതൊക്കെ അവർക്ക് തരുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാ, അല്ലെ? നിങ്ങൾ പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടി. ഇത് തന്ന അങ്കിളിന് വേണ്ടി, ആന്റിക്ക് വേണ്ടി, അങ്കിൾമാർക്ക് വേണ്ടി എല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കുവോ? ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിച്ചാലോ? ദൈവമേ അവരെ അനുഗ്രഹിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാവോ? ഓക്കെ, നമുക്കൊന്ന് ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമ്മള് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും ഇരുന്നു. ഒരു വാക്ക് നമുക്ക് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണടച്ചേ. എല്ലാവരും ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ ഞങ്ങൾക്ക് ഈ വർഷം പഠിക്കുവാൻ ബാഗും കുടയും പുസ്തകങ്ങളും ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലുകളും പേനകളും അങ്ങനെ തുടങ്ങിയ എല്ലാ പഠനോപകരണങ്ങളും സഹായിച്ച ദൈവത്തിന് നന്ദി. ഞങ്ങളെ സഹായിച്ച അങ്കിളുമാരെയും ആന്റിമാരെയും എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നല്ല ഭക്ഷണം തന്നതിന് നന്ദി, നല്ല പാട്ട് പഠിപ്പിച്ചതിന് നന്ദി, നല്ല ഡാൻസ് പഠിപ്പിച്ചതിന് നന്ദി, നല്ല ക്ലാസ്സുകൾ തന്നതിന് നന്ദി. ഈ വർഷത്തിൽ നല്ല സ്വഭാവമുള്ള കുഞ്ഞുങ്ങളായി വളരുവാൻ, പഠിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ സഹോദരീ സഹോദരങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകാരെയൊക്കെയും ദൈവം അനുഗ്രഹിക്കണമേ. ഈ സമയം അങ്ങയുടെ കൈകളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് സമ്മാനങ്ങളൊക്കെ തന്ന എല്ലാവരെയും അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ വീട്ടിലേക്കുള്ള യാത്രയിൽ കൂടെ ഇരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ഓക്കെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ പ്രാർത്ഥിച്ച് നിങ്ങളെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കാൻ പോവുകയാണ്. പരിശുദ്ധ പിതാവേ, ഈ സമയം ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ വർഷത്തിൽ ഈ VBSന്റെയും പഠനോപകരണ വിതരണത്തിന്റെയും ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്ത ഈ കുഞ്ഞുങ്ങളും ഈ രക്ഷകർത്താക്കളും ഇവരെല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ, കുഞ്ഞുങ്ങളെ വളർത്തി പഠിപ്പിച്ച് ദൈവസ്നേഹത്തിൽ വളർത്തുവാൻ ആവശ്യമായ കൃപ ഈ മാതാപിതാക്കൾക്ക് ദൈവം നൽകണമേ. അപ്പോൾ തന്നെ ഈ കുഞ്ഞുങ്ങൾ പഠിച്ച് ഉന്നതമായ വിജയം പ്രാപിക്കുവാൻ കർത്താവ് കുഞ്ഞുങ്ങൾക്ക് ഇടയാക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നല്ല സ്വഭാവമുള്ള കുഞ്ഞുങ്ങളായി വളരുവാൻ, മാതാപിതാക്കളെ അനുസരിക്കുന്ന, ഗുരുക്കന്മാരെ അനുസരിക്കുന്ന നല്ല കുഞ്ഞുങ്ങളായി വളരുവാൻ, സമൂഹത്തിൽ മാതൃകയുള്ള കുഞ്ഞുങ്ങളായി വളരുവാൻ ദൈവം അവരെ സഹായിക്കണം. ദൈവഭയമുള്ള കുഞ്ഞുങ്ങളായി വളരുവാൻ ദൈവം അവരെ ഇടയാക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. അത് യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കടന്നു വന്നതിന്, സഹകരിച്ചതിന്, സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചതിന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി നിങ്ങളെ അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും, രക്ഷിതാക്കൾക്കും കടന്നു വന്ന രക്ഷിതാക്കൾക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ സമയം അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
വലുത് മതിയായിരുന്നു, വലുത് മതിയായിരുന്നു. ഇല്ലേ? ഓക്കെ, നമ്മൾ ആ കുഞ്ഞുങ്ങൾ വന്ന് മേടിച്ചോ. വെരി ഗുഡ്. മോനോടെ വരുന്നു. നന്നായി പഠിക്കണം കേട്ടോ. ഇത് വേണ്ട. ഓക്കെ, നന്നായി പഠിക്കണം കേട്ടോ അവനെ.